ഹായ് ഗൈസ്, മോഡിയും ട്രംപും കൂടെ ഡയറക്റ്റായി സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതായത് എലോൺ മസ്ക് ആണല്ലോ ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെന്റിനെ റൺ ചെയ്യുന്നത്. എലോൺ മസ്ക് ഇന്ത്യയിലോട്ട് വരുന്ന 21 മില്യൺ $US നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യയിലോട്ട് മാത്രമല്ല, നേപ്പാൾ, ഭൂട്ടാൻ, അതിലും പ്രത്യേകിച്ചും ബംഗ്ലാദേശിലോട്ട് വരുന്ന ഒരു 29 മില്യണും കൂടെ നിർത്തിവെച്ചിരിക്കുന്നു. ഇത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പോസിറ്റീവായ ന്യൂസാണ്. അപ്പോൾ പലർക്കും തോന്നാം, അതായത് ഈ $21 മില്യൺ ഇന്ത്യക്ക് കിട്ടാതാകുമ്പോൾ ഇന്ത്യക്ക് എന്ത് പോസിറ്റീവ് ന്യൂസ് ആണ്. ഈ $21 മില്യൺ എന്ന് പറയുന്നത് USAID ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ USAID അതായത് ഇന്ത്യക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടുത്തല്ല കൊടുക്കുന്നത്. ഇന്ത്യയിലുള്ള കുറെ NGOകൾക്ക് ഈ ഫണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ ഇവിടെയുള്ള ഭരണമാറ്റമാണെങ്കിൽ ഭരണമാറ്റം, അതുപോലെ തന്നെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ സമയത്ത് ഓരോ ടൈപ്പുള്ള പ്രശ്നങ്ങളാണ് ഉയർന്നു വരിക. അതായത് ആൾക്കാരെല്ലാം തന്നെ അത് ജെന്യുവനാന്ന് ഓർക്കും, പക്ഷെ അഡ്രസ് ചെയ്ത് വരുമ്പോഴാണ് അറിയുന്നത് അത് ഫേക്കാണ്. ഇങ്ങനെ വിദേശ ഫണ്ടുകളെല്ലാം വാങ്ങി തിന്നാൻ വേണ്ടി ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഗവൺമെന്റിനെ ഒരു ചെക്കിൽ നിർത്താൻ വേണ്ടിയാണ് ഈ ഫണ്ടിങ് എല്ലാം കൊടുക്കുന്നത്. അത്ര കൺസേൺ ആണ്. അതായത് അമേരിക്ക ഇത്രമാത്രം ഇവിടെയുള്ള ജനങ്ങൾക്ക് കൺസേൺ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞ് ഒരു സ്കീം ലോഞ്ച് ചെയ്യാം, ആ സ്കീമിന് ഞങ്ങൾ ഫണ്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഉദ്ദേശം ഇതല്ല. ഡീപ് സ്റ്റേറ്റിലൂടെ ഇന്ത്യയിലുള്ള ഭരണമാറ്റം അവരുടെ കൺട്രോളിലോട്ട് വരണം, അവർ വിചാരിക്കുന്നതെല്ലാം ഇതേപോലെ നടക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഫണ്ടിങ് എല്ലാം ഇവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടിങ് ഇന്ത്യയിലോട്ട് ഈ NGOകളുടെ കയ്യിൽ എത്തും. ആ എത്തുന്ന ഫണ്ട് പിന്നെ എങ്ങോട്ട് പോയി, അതായത് ഇത് ദേശവിരുദ്ധ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഭരണവിരോധ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഒരു ഡീറ്റെയിൽസും ഇല്ല. അതാണ് ഇവിടെയുള്ള ഈ ട്രസ്റ്റുകളുടെ എല്ലാം ഏറ്റവും അഡ്വാൻറ്റേജ്. ഇത് എങ്ങനെ ചെലവാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് കൃത്യമായി കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് മുൻ പ്രസിഡന്റ് ഒക്കെയാണ് ക്ലിന്റനും ഭാര്യയും കൂടെ നടത്തുന്ന ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ നിർത്തിയത് ഇന്ത്യയിൽ ഏകദേശം ഭരണമാറ്റത്തിനൊക്കെ ശ്രമിച്ച് അതെല്ലാം തകരുകയും, പക്ഷെ ബംഗ്ലാദേശിൽ ഇവർ ഇതെല്ലാം തന്നെ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ ഏകദേശം 29 മില്യണോളം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ US ഡീപ് സ്റ്റേറ്റ് കളിച്ചിട്ടാണ് അതായത് ബംഗ്ലാദേശിൽ അവിടെ നിന്ന് അവാമി ലീഗിനെ എടുത്തു കളഞ്ഞുകൊണ്ട് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു പപ്പറ്റിനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ പപ്പറ്റിനാണ് ഈ ജീവിതകാലം മൊത്തം ഭരിക്കണം എന്നുള്ളൊരു അത്യാഗ്രഹമാണ് ഉള്ളത്. അതായത് ഒരു ഇലക്ഷൻ വെക്കണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടിയും അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അവാമി ലീഗും ജനങ്ങളും പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് വെക്കാൻ തയ്യാറല്ല. കാരണം വെച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് യുനസ് ഏത് ലോകത്ത് പോയി ഒളിക്കണമെന്ന് ഒരു തരത്തിലും യുനസിന് ഒരു ക്ലൂ ഇല്ല. കാരണം ബംഗ്ലാദേശിൽ ഇനി ഏത് പാർട്ടി വന്നാലും യുനസിനെ നിർത്താൻ വഴിയില്ല. യുനസ് കാരണം അത്രമാത്രമാണ് അവിടെയുള്ള ഓരോ പാർട്ടിക്കെതിരെ മിലിറ്ററി വെച്ചും ആർമീനെ കൊണ്ടുവന്നും അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചും അവിടെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള യുനസിന് മേജർ സപ്പോർട്ട് എവിടുന്ന വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതേ ക്ലിന്റൺ ഫൗണ്ടേഷൻ, അതായത് ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്നായിരുന്നു മാക്സിമം ഫണ്ടിങ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നായിരുന്നു അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നതും ട്രംപ് വരുന്നതും. അപ്പോൾ ഫണ്ടിങ് നിൽക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലിന്റൺ ഫൗണ്ടേഷനെ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ടർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ തീവ്രവാദ രാജ്യങ്ങൾക്ക് ഫണ്ടിങ് കൊടുക്കുകയും ആ ഫണ്ടിങ് എല്ലാം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ബംഗ്ലാദേശിലോട്ട് എത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഫണ്ടിങ് ആണ് ഇപ്പോൾ പ്രധാനമായും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് യുനസിന്റെ നാളുകൾ എണ്ണാൻ തുടങ്ങുകയാണ്. ഇത് മാത്രമല്ല, ട്രംപും മോഡിയും കൂടെ കൂടിക്കാഴ്ച നടത്തിയ ആ ഒരു സമയത്ത് അതായത് ട്രംപിന്റെ അടുത്ത് ഓപ്പണായി ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്തോ, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ട്രംപിന്റെ അപ്രോച്ച് എന്താണ്? ഇതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ കയ്യിലോട്ട് കംപ്ലീറ്റ് ആയും ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. അതായത് ഇനി ബംഗ്ലാദേശിൽ എന്ത് നടക്കണം എന്ത് നടക്കരുത് എന്നുള്ള കാര്യത്തിൽ അമേരിക്ക തലയിടാൻ വരുന്നില്ല. അത് ഇന്ത്യക്ക് തലയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ മോഡിക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയ ന്യൂസാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിംഗിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ